ഹലോ! ഇന്നൊരു കല്യാണമുണ്ട്. അതിനാണെങ്കി ഒരുങ്ങി നിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ ഒരുങ്ങി നിക്കാണ്. സിമ്പിളായിട്ട് ഒരുങ്ങിയാ മതീന്ന് എൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ സാരിയൊക്കെ നന്നായിട്ടുണ്ടല്ലോ ല്ലേ? ഇത് ആനുവൽ ഡേക്ക് ഓൾറെഡി ഉടുത്ത സാരിയാണ്. എനിക്കിതെന്തോ ഈ ബ്ലൗസും ഈ സാരിയുടെ കളറൊക്കെ ഭയങ്കര ഇഷ്ടായതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ എടുത്തത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഈ ചൂടത്ത് അധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ സാരി തന്നെ ഞാൻ ഉടുക്കാൻ കാരണം. പിന്നെ ബ്ലൗസിലും ജനലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ കാറ്റ് കയറും. പിന്നെ ടൂ വീലറിൽ പോണോണ്ട് തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് പുതച്ചിട്ടുണ്ടേ. അവിടെ എത്തുമ്പോൾ തുറക്കാമെന്ന് വിചാരിച്ചു. എത്തിയ ഉടനെ തന്നെ ചേച്ചിയും ചേട്ടനെയും കണ്ടിട്ടുണ്ട്. ദാസേട്ടൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണമാണ് കേട്ടോ. ഞങ്ങൾ എത്തിയിട്ടാണ് അവരെത്തിയത്. ഗുരുവായൂർ വെച്ച് കെട്ട് കഴിഞ്ഞ് എല്ലാവരും വരുന്നതേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അത് കുടിച്ചപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസം തോന്നി കേട്ടോ. നല്ല തണുപ്പ്, ഉള്ളിലേക്ക് ഇങ്ങനെ തണുപ്പ് അരിച്ചരിച്ചിറങ്ങുന്നത് പോലെ ഫീൽ ചെയ്തു. നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിട്ടുണ്ട്. AC ഓഡിറ്റോറിയം ആയതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പാലക്കാടിൻ്റെ അത്ര ചൂട് തൃശ്ശൂർ ഇല്ലാന്ന്. ഞങ്ങൾ ഇക്കണ്ട എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഈ ക്യാമറയും ഓണാക്കി നിൽക്കുന്നത് ഇതാ ബാക്കിലുള്ള ഈ 2 ചങ്ങായിമാർ നമ്മളെ നോക്കുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഞങ്ങൾ വന്നിട്ട് കുറേ നേരം ആയെങ്കിലും അവരിപ്പോഴേ എത്തിയുള്ളൂ. നമ്മൾ വന്നത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ റിയാക്ഷൻ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടുപേരും ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇവർ രണ്ടുപേരും കുഞ്ഞു പിള്ളേരായിരുന്നു. അഞ്ചുട്ടി 2ലോ 3ലോ ആയിരുന്നു. അബിക്കുട്ടി 9ത്തിലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ വളർന്ന് എന്നേക്കാൾ വലുതായിരിക്കുന്നു. അങ്ങനെ കല്യാണപ്പെണ്ണും ചെക്കനും ഇതാ പുറത്തെത്തിയിട്ടുണ്ട്. അവരെ ആനയിക്കാനുള്ള ബദ്ധപ്പാടിലാണ് മറ്റുള്ള എല്ലാവരും. താലമൊക്കെ എടുത്ത് എല്ലാവരും സെറ്റായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താ ഫംഗ്ഷൻ എന്നുള്ളത് പിന്നെ പറയാം കേട്ടോ. എന്തായാലും ചെക്കനെയും പെണ്ണിനെയും ആനയിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു ഒത്തുകൂടലാണല്ലോ. എല്ലാ ഫാമിലി മെമ്പേഴ്സും എല്ലാ പരിചയക്കാരും ഒത്തുചേർന്ന് അവരെ ആശീർവദിക്കുക എന്നുള്ളതാണല്ലോ കല്യാണത്തിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അങ്ങനെ ചെക്കനും പെണ്ണിനെയൊക്കെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ആശീർവദിക്കുന്നുണ്ട് കേട്ടോ. കല്യാണത്തിന് ശരിക്കും സ്പെഷ്യൽ എന്താ? നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക, എല്ലാവരുടെയും ഡ്രസ്സും ഓർണമെൻറ്റ്സും മേക്കപ്പും ഒക്കെ കാണുക. പിന്നെ അടുത്തത് സദ്യ. അങ്ങനെ നമ്മൾ സദ്യയിലേക്ക് കടന്നിരിക്കുകയാണ്. എനിക്ക് ഇന്നത്തെ സദ്യ ഭയങ്കര ഇഷ്ടമായിട്ട്. നോർമലി ഞാൻ സദ്യക്ക് പോയാൽ അധികം കറികളൊന്നും കഴിക്കാറില്ല. ഇന്ന് എൻ്റെ ഇല കംപ്ലീറ്റ് ഞാൻ തീർത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പപ്പടം മാത്രം ഞാൻ രേഷേട്ടന് കൊടുത്തു. ബാക്കി എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് വേഗം പുറപ്പെട്ടു. വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു. തിരിച്ച് വന്ന് ഉച്ചക്കിടത്തം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു. കണ്ണൊക്കെ തൂങ്ങി തൂങ്ങി തൂങ്ങിയിരിക്കുകയായിരുന്നു. എന്തായാലും എണീറ്റ് വന്ന ഉടനെ ചായ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കൂൾ ടീ ആണ് കേട്ടോ കുടിച്ചത്. കാരണം നേരത്തെ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂടോടെ കുടിച്ചില്ല. അപ്പം അത് തണുത്തുപോയി. ചൂടാക്കി കുടിക്കാനുള്ള മടി കാരണം കൂൾ ടീ കുടിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ചു നേരം നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് തപ്പുകയാണ്. ഈ ഡ്രസ്സൊന്നും ആയിരിക്കില്ല ഞാൻ ഇടുന്നത്, എന്നാലും ഒരു മനസുഖം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.